കോസ് 9x മൈനസ് കോസ് 5x അല്ലേ? നമുക്ക് എൽ എച്ച് എസ് എടുക്കാം. കോസ് 9x മൈനസ് കോസ് 5x എന്താ? -2 സൈൻ എ പ്ലസ് ബി ബൈ 2 അല്ലയോ? 9 5 എത്ര? 14 14/2 7x ഇൻറ്റു കോസ് എ മൈനസ് സൈൻ എ മൈനസ് ബി ബൈ 2 4 4/2 2x the whole divided by sin 17x minus sin 3x ചെയ്യാറിയാം. ഇതാ നോക്കിയാൽ സൈനും കുറച്ചേക്കും. എന്താ കിട്ടും? 2 കോസ് എ പ്ലസ് ബി ബൈ 2 17 3 20 20/2 10x. ഇനി എന്താ? സൈൻ എ മൈനസ് ബി ബൈ 2 17 3 പോയാൽ 14 14/2 7x. സോ സൈൻ 7x ക്യാൻസൽ ആവും. 2ഉം 2ഉം ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? കോസ് 10x. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. ഡയറക്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്തപ്പം ഡയറക്റ്റ് എന്ത് ചെയ്ത് ആൻസറിലെത്തി. വേറെ ഐഡൻറ്റിറ്റീസ് ഒന്നും എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് നോക്കാം. സൈൻ 5x പ്ലസ് സൈൻ 3x എൽ എച്ച് എസ് എടുക്കാം. സൈൻ കൂട്ടിയേക്കുക. സോ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 4x കോസ് എ മൈനസ് ബി ബൈ 2 x. ഓക്കെ, കോസും കൂട്ടിയേക്കുന്നു. 2 കോസ് 4x cos x. So cos x cancel. 2 cancel. Sin by cos എത്ര? tan 4x. Simple. Sin x minus sin y divided by cos x minus cos y is equal to tan of x minus y by 2 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സൈൻ കുറച്ചേക്കുക. നമുക്ക് എന്ത് ചെയ്യാം? 2 സൈൻ കുറച്ചേക്കുക. 2 cos x plus y by 2 into sin x minus y by 2 the whole divided by കോസും കൂട്ടിയേക്കുന്നു. 2 cos x plus y by 2 cos x minus y by 2. okay, so 2 cancel. cos x plus y by 2 cos x plus y by 2 cancel, which is equal to sin by cos അല്ലേ? sin by cos എന്താ? tan of എന്താ? x minus y by 2. ഓക്കെ, ഡയറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 19 സൈൻ എക്സ് പ്ലസ് സൈൻ 3x ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് 3x ഈസ് ഈക്വൽ ടു ടാൻ 2x. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സൈൻ 3x എസാ? സൈനും കൂട്ടിയേക്കുന്നു. സോ 2 സൈൻ 4x ബൈ 2 2x കോസ് എ മൈനസ് ബി ബൈ 2 അല്ലയോ? 3x മൈനസ് എക്സ് 2x ബൈ 2 x. ഓക്കെ, ഇത് ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കോസ് ഓഫ് മൈനസ് എക്സ് കിട്ടും. എന്തായാലും ഇത് തന്നെയാണ് കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണ്. കോസും കൂട്ടിയേക്കുന്നു. സോ 2 കോസ് എ പ്ലസ് ബി ബൈ 2 2x കോസ് എ മൈനസ് ബി ബൈ 2 അല്ലയോ? 3 മൈനസ് 1 2 ബൈ 2 കോസ് എക്സ് ക്യാൻസൽ. 2 ക്യാൻസൽ. സൈൻ ബൈ കോസ് ടാൻ 2x. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ എക്സ് മൈനസ് സൈൻ 3x അല്ലയോ? എൽ എച്ച് എസ് എടുത്തേ. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് സൈൻ 3x. സൈനും കുറച്ചേക്കുക. സോ 2 കോസ് എ പ്ലസ് ബി ബൈ 2 3 4 4/2 2x സൈൻ എ മൈനസ് ബി ബൈ 2 അല്ലയോ? സൈൻ ഓഫ് എക്സ് മൈനസ് 3x എന്ന് പറയുമ്പം -2x ഡിവൈഡ് ബൈ 2. സോ മൈനസ് എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്താ? മൈനസ് സൈൻ എക്സ്. സോ മൈനസ് ഞാൻ എന്ത് ചെയ്തു? ആദ്യം എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസറിൽ സൈൻ എക്സ് ആവുന്നിരിക്കുന്നത് അല്ലയോ? അപ്പോൾ കോസ് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ഒരു കോസ് 2x കട്ട് ചെയ്ത് പോകാൻ കിടപ്പുണ്ട്. അപ്പോൾ താഴെ എന്ത് ചെയ്യണം? കോസിൻ്റെ ടേംസിൽ വന്നാൽ വല്ലതും കട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. കാരണം ആൻസറിൽ എന്തേ ഉള്ളൂ? 2 സൈൻ എക്സേ ഉള്ളൂ. നമുക്ക് ആ സൈൻ എക്സ് ആൻസർ വേണ്ടുന്ന ഒരു സൈൻ എക്സ് ഇവിടെ കിടപ്പുണ്ട്. ഇനി ആ താഴത്തെ ടേം നമ്മൾ മാറ്റുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കോസിൻ്റെ ടേംസിലാക്കി കഴിഞ്ഞാൽ ഈ കോസ് 2xും ആ താഴെ ഒരു കോസ് 2x വന്ന് അത് കട്ട് ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് ആലോചിക്കുക. സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? അപ്പം സൈൻ സ്ക്വയർ എക്സ് മൈനസ് അതെല്ലാം ഫുള്ളി കംപ്ലീറ്റ് നമ്മൾ എന്തിലാക്കാൻ പോവുക? കോസിൻ്റെ ടേംസിലാക്കാൻ പോവുക. എങ്ങനെ ആക്കാം? നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 1. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സോ നമുക്ക് സൈനിനെ മാറ്റണ്ട അല്ലയോ? സൈനിനെയും കോസിലോട്ടാക്കാം. സോ സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. സോ ആ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കുന്നു. ഒരു മൈനസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ടായിരുന്നു. കണ്ടോ, എല്ലാം കോസിൻ്റെ ടൈംസിലാക്കുമ്പോൾ നമുക്ക് ആ മുകളിലെ കോസും താഴത്തെ കോസും കൂടെ കട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. -2 cos 2x
സൈൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എത്ര 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ കോസ് 2x ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം. എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിറ്റി അറിയാം. കോസ് 2x ഈസ് ഈക്വൽ ടു എന്താ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ്. നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു മൈനസ് കൊണ്ട് അവിടെ ഇവിടെ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് കോസ് 2x ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ മൈനസ് അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ 1 പ്ലസ് ആവും അല്ലേ, -1 അങ്ങ് പ്ലസ് ആവും, -2 കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, സോ 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് കോസ് 2x ആണ്. ഓക്കെ, നമ്മൾ ആ പഠിച്ചു വെച്ച ഫോമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമല്ല, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴേ നമുക്ക് എന്ത് കിട്ടിയത്, ഈ 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 കണ്ടാലും 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് കണ്ടാലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിറ്റി ആക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഓക്കെ ഓക്കെ, സോ 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് അതെന്താ -2 കോസ് 2x സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് 2x എന്താ മൈനസ് കോസ് 2x ആണ്. സോ മൈനസ് കോസ് 2x നമുക്ക് മൈനസും മൈനസും കട്ട് ചെയ്തു, കോസ് 2xും കട്ട് ചെയ്തു, ബാക്കി എന്താ ഉള്ളത് 2 സൈൻ എക്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ ഇതാ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ഈക്വൽ ടു കോട്ട് 3x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ 3 ടേം കിടപ്പുണ്ട്, ആഡ് ചെയ്യാൻ 3 ടേം കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഒരു സൈൻ എക്സ് പ്ലസ് 2 സൈന് പ്ലസ് സൈൻ 3x അങ്ങനെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 സൈൻ നടക്കുന്നതിന് അവിടെ ഇട്ട് മറ്റേത് രണ്ടും കൂടെ എന്ത് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തല്ലേ, കാരണം നമുക്ക് സൈനും കൂടെ ആഡ് ചെയ്യാൻ എളുപ്പം. 2 സൈൻ അതിൽ കിടന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 സൈൻ എന്ന് പറഞ്ഞ് കിടക്കുന്നതിനെ സൈൻ പ്ലസ് സൈൻ ആക്കാം. അങ്ങനെയൊക്കെ ആക്കി ഒരു 4 ടേം ആക്കി സെപ്പറേറ്റ് ആഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇതുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ കോമൺ എടുക്കാൻ പറ്റുന്ന രീതിയിലോ ആണ് സാധാരണ ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്യുന്നത്, ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരത്തുള്ളൂ. ഇനി ഇതാ ഇവിടെ ഒരു 3 ടേം വന്നിട്ടുണ്ട്. ഈ 3 ടേമുകളിൽ ഏതൊക്കെ 2 ടേമുകൾ നിങ്ങൾ ആദ്യം ആഡ് ചെയ്യും, അത് നമ്മളൊന്ന് ആലോചിക്കണം. ഓക്കെ, സോ ദാണ്ടേ ഇവിടെ 4x ഉണ്ട്, 3x ഉണ്ട്, 2x ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ 2 ആദ്യം ആഡ് ചെയ്യും? അതാ നോക്കിയാൽ ഇവിടെ 4ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ a+b/2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലേ, നമുക്ക് കോസും കൂട്ടിക്കഴിഞ്ഞാൽ കോസ് a+b/2 കോസ് a-b/2 എന്ന് പറയുന്ന 2 ടേം ഉണ്ട്. ആ a+b/2 ചെയ്യുമ്പോഴത്തേക്കും ഇതുമായി എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4ഉം 3ഉം അല്ലേ 4x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 a+b/2 എന്ന് വരും അല്ലേ, അതായത് 7x/2 എന്ന് വരും. നമുക്ക് കട്ട് ചെയ്തൊരു 2x 3x 4x എന്നുള്ള ഫോമിലൊന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഈ 4xും 3xും കൂടെ എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യരുത്. ഓക്കെ, ഒരു ഈവൻ നമ്പർ ഒരു ഓഡ് നമ്പറും കൂടെ എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യരുത്. ഒന്നെങ്കിൽ 2 ഈവൻ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഈവൻ നമ്പർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. നമുക്ക് 3x എന്നോ 4x എന്നോ 2x എന്നോ ഒക്കെ പക്ക ഒരു നമ്പറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ 2 ഓഡ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 3ഉം 2ഉം ഓക്കെ, അല്ല സോറി 3ഉം ഒരു 3ഉം ആയിരുന്നു വിചാരിക്കുക. സോ 3ഉം 6/2 അതും ഒരു 2x 3x എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പക്ക നമ്പറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഫ്രാക്ഷൻ അല്ലാതെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടെ ആലോചിക്കുക. നമുക്ക് നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ 7x/2 5x/2 9x/4 ഇങ്ങനെയൊന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, വരരുത്. ഓക്കെ, നമ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ a+b/2 ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഇതാ നോക്കിയാൽ ക്വസ്റ്റ്യനിലോട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ പറയും 4 3 എടുത്തിട്ട് കാര്യമില്ല, 4 + 3/2 7/2 എന്ന് വരും, നമുക്ക് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 2 എടുത്താലോ, 3 2 എടുത്തിട്ടും കാര്യമില്ല. a+b/2 എന്ന് പറയുന്ന ഫോം എങ്ങനെ വരും, 3 + 2 5/2 എന്ന് വരും, അതും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4ഉം 2ഉം നമുക്ക് എടുക്കാം. ഓക്കെ, 4ഉം 2ഉം എടുക്കാം. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, LHSനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. cos 4x പ്ലസ് cos 2x പ്ലസ് cos 3x ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ അതേപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 4ഉം 2ഉം എടുക്കാം നമുക്ക്. sin 4x പ്ലസ് sin 2x പ്ലസ് sin 3x. ഓക്കെ ആണേ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു cos 4x പ്ലസ് cos 2x എത്ര, കോസും കൂട്ടിയേക്കോ. സോ 2 cos a+b/2 അതായത് 3x. ഇനി cos a-b/2 4 2 2, സോ cos x പ്ലസ് എന്തുകൊണ്ടൊരു cos 3x ഉണ്ട്, ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി താഴത്തെ ടേം എന്താ, സൈനും കൂട്ടിയേക്കുക. സൈനും കൂട്ടുമ്പോൾ 2 sin a+b/2 4 2 6 3x sin a-b/2 2 cos a-b/2 സോ cos x പ്ലസ് എന്തുകൊണ്ടൊരു sin 3x ഉണ്ട്.
വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുത്ത് എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് കോട്ട് 3x വരുന്നത്, കോട്ട് എന്ന് പറയുമ്പോൾ എന്താ, കോസ് ബൈ സൈൻ എന്ന് പറയുന്നൊരു ഫോം വരണം. ഓക്കെ, സോ നമുക്ക് ഏത് കോമൺ എടുത്താൽ അങ്ങനെ വരും, നമുക്കൊരു കോസ് 3x, കോട്ടക്സിൽ വരുന്നത്. സോ കോസ് 3x ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. സോ കോസ് 3x നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ കോമൺ എടുക്കാം അല്ലേ. സോ കോസ് ബൈ സൈൻ ആണ് എന്താവുന്നത്, കോട്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ കോട്ട് 3x ആണ്. കോസ് 3x ബൈ സൈൻ 3x എന്നുള്ള രീതി വരണം. നമുക്ക് മേളിൽ നോക്കുമ്പോൾ അറിയാം ഒരു കോസ് 3x നമുക്ക് മേളിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ കോസ് 3x നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ കോമൺ എടുക്കാം. ഇൻറ്റു അകത്ത് വന്നേക്കുന്നത് എന്താ, 2 cos x പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോസ് 3x ബൈ സൈൻ 3x എന്നുള്ള രീതിയിലല്ലേ വരേണ്ടത്. സോ സൈൻ 3x നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ കോമൺ എടുക്കാം, സൈൻ 3x ഇൻറ്റു നമുക്ക് ബാക്കി എന്തുകൊണ്ട് 2 cos x പ്ലസ് 1. കണ്ടോ, അത് കോമൺ എടുത്തപ്പോൾ 2 cos x പ്ലസ് 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കട്ട് ചെയ്യാൻ പറ്റി. സോ വിച്ച് ഈസ് ഈക്വൽ ടു അത് എന്ത് വന്നു, കോസ് 3x ബൈ സൈൻ 3x എന്ന് വെച്ച് ഈസ് ഈക്വൽ ടു കോസ് ബൈ സൈൻ എത്ര, കോട്ട് 3x. ആൻസറായി. ഓക്കെ, നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഏതാണ്ട് കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് ആരൊക്കെയുണ്ട്, കോട്ട് 3x ഉണ്ട്, കോട്ട് എക്സ് ഉണ്ട്, കോട്ട് 2x ഉണ്ട് അല്ലേ. കോട്ട് എക്സും കോട്ട് 2x കോട്ട് 3x ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം കോട്ട് ഓഫ് 3x എന്ന് പറയുന്ന ഫോമുല നമ്മൾ യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, നമ്മൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ടാൻ്റെ വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ 3x പ്ലസ് ടാൻ 2x പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ടാൻ്റെ 3x ഉണ്ട്, 2x ഉണ്ട്, 1 ഉണ്ട്, ടാൻ എക്സും ഉണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യണം, ടാൻ ഓഫ് 3x എന്ന് പറയുന്ന ഫോമുല അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ അപ്പോൾ ആരെ അപ്ലൈ ചെയ്യണം, കോട്ട് ഓഫ് 3x എന്ന് പറയുന്ന ഫോമുല. കോട്ട് ഓഫ് 3x എന്ന് പറയുന്ന ഫോമുല നമ്മൾ കാണാൻ പിടിച്ചിട്ടൊന്നുമില്ല. കോട്ട് ഓഫ് 3x എന്ന് പറയുന്ന ഫോമുല പക്ഷേ നമുക്ക് എഴുതാൻ അറിയാം. എങ്ങനെ, കോട്ട് ഓഫ് 3x എങ്ങനെ എഴുതാം, 3x 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. കോട്ട് ഓഫ് 2x പ്ലസ് എക്സ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് 2x പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താ, കോട്ടിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലയോ. എന്താ, 1 കോട്ട് 2x കോട്ട് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് 2x പ്ലസ് കോട്ട് എക്സ്. ഇതല്ലായിരുന്നോ അല്ലേ, കോട്ട് എ ഇൻറ്റു കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് കോട്ട് ബി. എല്ലാവരും നമ്മൾ പഠിച്ചത് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആൻസറിലോട്ട് എത്തി. നമ്മൾ ആ ടാൻ 3x പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ അതാ നോക്കി ഇവിടെ കോട്ട് ഓഫ് 2x പ്ലസ് എക്സ്, അത് ശരിക്കും എന്ത് തന്നെയാണ്, കോട്ട് 3x തന്നെ. നമുക്ക് ഈ ആൻസറിനകത്ത് കോട്ട് 3x ഉണ്ടല്ലേ. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു, കോട്ട് 3x എന്ന് തന്നെ എഴുതി. കോട്ട് 3x ഈസ് ഈക്വൽ ടു എന്താ, കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട്, കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x. നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x ഈസ് ഈക്വൽ ടു എന്താ, കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് 1. ഓക്കെ, സോ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 3x പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 3x പ്ലസ് കോട്ട് 3x ഇൻറ്റു കോട്ട് 2x. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും, മൈനസ് കോട്ട് 2x കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, മൈനസ് 1 എന്ന് കിട്ടും. ഇനി ഒരു മൈനസ് കൊണ്ട് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതെന്തായിക്കോളും, പ്ലസ് ആയിക്കോളും. സോ ഈ മൈനസ് കൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്ലസ് 1 അല്ലേ വേണ്ടത്. സോ മൈനസ് കൊണ്ട് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക. സോ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും, ഇതാ നോക്കിയേ, ഇതങ്ങ് പോസിറ്റീവ് ടേം അല്ലയോ. അതായത് കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ്, അടുത്തതെല്ലാം നെഗറ്റീവ് ടേമുകളാവും. സോ കോട്ട് 3x ഇൻറ്റു കോട്ട് 2x, അടുത്ത എന്താവും, മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ്. സോ കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, 1 എന്ന് കിട്ടും. ആൻസറായി. ഓക്കെ, സോ നമ്മുടെ ആൻസറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x, ഫസ്റ്റ് ടൈം കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x. സെക്കൻഡ് ടൈം എന്താ, മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് നോക്കിയാൽ ടാൻ 4x ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റൈസ് ടു 4x. ഒരു വലിയ ടൈം ഒക്കെ കിടപ്പുണ്ട് അല്ലേ.
അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക, ടാൻ 4x കിടക്കുന്നത്. ടാൻ 4x എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 4x, ടാൻ 2 ഓഫ് 2x എന്ന് എഴുതിക്കൂടെ? ടാൻ 2 ഇൻറ്റു 2x എന്ന് എഴുതിക്കൂടെ? ടാൻ 4xനെ എഴുതാം. അങ്ങനെ എഴുതാന്ന് നോക്കിയാൽ ടാൻ 2xൻ്റെ ഫോർമുല നമുക്കറിയാം. ടാൻ 2xൻ്റെ ഫോർമുല എന്താ? ടാൻ 2x = 2 ടാൻ x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x. വലിയ ഫോർമുല. സോ ടാൻ 2x അല്ലേ, ഇവിടെ എക്സ് ആയിരുന്നപ്പം 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഇവിടെ 2 ഇൻറ്റു 2x ആകുമ്പോൾ എങ്ങനെ വരും? 2 ടാൻ, കണ്ടോ ഇവിടെ എക്സിന് പകരം എന്താ വന്നിരിക്കുന്നത്? 2x ആണ് വന്നിരിക്കുന്നത്. സോ 2 ടാൻ 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 2x. ഓക്കെ ആണേ? ഓക്കെ. സോ ടാൻ 4xനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ? ടാൻ 4xനെ എനിക്ക് 2 ടാൻ 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 2x അല്ലേ? ടാൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ ടാൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ടാൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഞാൻ എന്തിനാണ് അങ്ങനെ എഴുതിയത്? അതൊന്ന് നോക്കിയേ. 2 ഇൻറ്റു ടാൻ 2xനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് ടാൻ 2xൻ്റെ ടേംസ് ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിടപ്പില്ല. സോ ടാൻ 2x നമുക്ക് എങ്ങനെ മാറ്റാം? 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്നാക്കാം അല്ലേ? 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആക്കാം. കാരണം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ടാൻ 2xൻ്റെ ടേമുകളൊന്നുമില്ല. അപ്പോൾ മനസ്സിലായി, ടാൻ 2x ആയിട്ട് ഇടണ്ട. നമുക്ക് എന്ത് ചെയ്യണം? 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആക്കാം. അതിനെ 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആക്കാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇനി എന്തുകൊണ്ട്? ഇതാ നോക്കിയാൽ താഴെ 1 മൈനസ് ടാൻ 2x ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്കറിയാം ടാൻ 2x നമുക്ക് വേണോ അല്ലേ? അതായത് ടാൻ സ്ക്വയർ 2x എന്നാണ് കിടന്നത്. ടാൻ സ്ക്വയർ 2x. സോ ശരിക്കും പറഞ്ഞാൽ ടാൻ സ്ക്വയർ 2x നമുക്ക് വേണോ? ടാൻ സ്ക്വയർ 2x നമുക്ക് വേണ്ട. കാരണം എന്താ? 2xൻ്റെ ടേംസ് ഒന്നും നമുക്കിവിടെ ഇല്ല. സോ ആ ടാൻ സ്ക്വയർ 2xനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ടാൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലയോ? ടാൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ടാൻ സ്ക്വയർ 2xനെ. സോ ടാൻ 2x എന്താ? 2 ടാൻ x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ സ്ക്വയർ എക്സ് ആയിരുന്നു അല്ലയോ? ടാൻ സ്ക്വയർ എക്സ്. ടാൻ 2x ദ ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ? സോ 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആവും. ദ ഹോൾ സ്ക്വയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, കണ്ടോ ടാൻ 2x ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. സോ ടാൻ 2xന് പകരം 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, സോ അങ്ങനെ ഇതാന്ന് നോക്കിയേ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ മുകളിൽ എന്ത് വരും? 2 ഇൻറ്റു 2 എന്ത് വരും? 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി എന്തുകൊണ്ട്? ഇതാ താഴെ എന്തുകൊണ്ട്? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്, മൈനസ് 2 ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട്? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, സോ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇവിടെയുണ്ട്, അത് ഒരു സ്ക്വയർ ഇവിടെയുണ്ട്, അത് ഓരോന്ന് വെച്ച് വെട്ടിപ്പോവും. ബാക്കി എന്തുകൊണ്ട്? മുകളിൽ 4 ടാൻ എക്സ് ഉണ്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി എന്തുകൊണ്ട്? ഇവിടെ താഴെ ഡിനോമിനേറ്റർ എന്തുണ്ടായിരുന്നു? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ? അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റൈസ് ടു 4x അല്ലേ? മൈനസ് 2 സ്ക്വയർ എത്ര? 4 ടാൻ സ്ക്വയർ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മുകളിൽ 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് 1 മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റൈസ് ടു 4x. ആൻസറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. cos 4x is equal to 1 minus 8 sin square x into cos square x. ഓക്കെ, സോ cos 4x LHS എടുക്കാം. cos 4x നമുക്ക് cos 2x അറിയാം. cos 2x എന്ന് പറഞ്ഞാൽ എന്താ? cos 2x is equal to 2 cos square x minus 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 minus 2 sin square x എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഫോമുലയിൽ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണം യൂസ് ചെയ്യാം. അത് ഏത് യൂസ് ചെയ്യണം നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും cos 2x ഇതാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ cos 4x എന്തായിരിക്കും? cos 4x ഇവിടെ cos 2x ആയിരുന്നു അല്ലേ? 2x വന്നപ്പോൾ ഇവിടെ x വന്നു. അപ്പോൾ 4x വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? cos of 2 into 2x അല്ലേ? cos 2 തീറ്റ എന്നുള്ള രീതിയിൽ എഴുതാം. സോ ഇവിടുത്തെ x ആയിട്ട് വന്ന ആരാ? 2x. അപ്പോൾ cos 4xനെ എങ്ങനെ എഴുതാം? ഞാൻ എന്താണ്ട് സൈൻ്റെ ഇക്വേഷൻ എടുക്കുക, അല്ലെങ്കിൽ കോസിൻ്റെ ഇക്വേഷൻ എടുക്കുക. എന്ത് കിട്ടും? 2 cos സ്ക്വയർ എക്സിന് പകരം എന്ത് വരും? 2x മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 cos സ്ക്വയർ 2x മൈനസ് 1
ഓക്കെ, സോ ഇതിന് നമുക്ക് എഴുതാം 2 cos square 2x -1 എന്ന് എഴുതാം. ഇനി ഇതാ നോക്കി, ഇവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ അറേഞ്ച്മെൻറ്റോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. cos square 2x എന്ന് പറഞ്ഞ് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയേ, ഞാൻ സൈൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. സൈൻ്റെ ഇക്വേഷൻ എഴുതി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സൈൻ്റെ ഫോംസിൽ എഴുതി നോക്കിയേ, LHS ഈസ് ഈക്വൽ ടു, അതായത് cos 4x ഈസ് ഈക്വൽ ടു 1 - 2 sin square x ആയില്ലേ, അല്ലെങ്കിൽ 1 - 2 sin square 2x അല്ലേ. ഇവിടെ 2x വന്നപ്പം ഇവിടെ x വന്നു, ഇവിടെ 4x വരുമ്പോൾ ഇവിടെ 2x വരും. ഓക്കെ, സോ cos 4x ഈസ് ഈക്വൽ ടു എന്താ, 1 - 2 sin square 2x വിച്ച് ഈസ് ഈക്വൽ ടു 1 - 2 sin square x എന്ന് പറഞ്ഞാൽ എന്താ, 2 sin square x ഇതാ നോക്കിയാൽ 2 sin 2x ദ ഹോൾ സ്ക്വയർ അല്ലേ, 2 sin 2x ദ ഹോൾ സ്ക്വയർ അല്ലേ. 2 അതേപോലെ എഴുതി, sin square 2x എന്ന് പറഞ്ഞാൽ എന്താ, sin 2x ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 - 2 ഇൻറ്റു sin 2x ദ ഹോൾ സ്ക്വയർ. sin square 2x തന്നെയാണെന്ന് തോന്നുന്നു, sin 2x ദ ഹോൾ സ്ക്വയർ. സോ sin 2x ദ ഹോൾ സ്ക്വയർ, sin 2x നമുക്കറിയാം എത്ര, 2 sin x cos x, 2 sin x cos x വിച്ച് ഈസ് ഈക്വൽ ടു 1 - 2 ഇൻറ്റു ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ, 2ൻ്റെ സ്ക്വയർ എത്ര, 4, sin x-ൻ്റെ സ്ക്വയർ എത്ര, sin square x, cos x-ൻ്റെ സ്ക്വയർ എത്ര, cos square x which is equal to 1 - 2 into 4 എത്ര, 8 sin square x cos square x. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ പറയുന്നത്, cos rx is equal to 32 raised to cos 6x minus 48 cos raised to 4x plus 18 cos square x -1 അല്ലേ. ഒരു വലിയ ടൈം കിടപ്പുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിടപ്പുണ്ട്, cos 6x കിടപ്പുണ്ട്. അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്കറിയാം cos ഓഫ് 2x-ൻ്റെ ഫോമുല നമുക്കറിയാം. cos 2x എന്ന് പറഞ്ഞാൽ എത്ര, 2 cos square x -1. ഞാൻ അതാ ഉപയോഗിക്കാൻ പോകുന്നത്, കാരണം അതാണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ എൻ്റെ ആൻസറിലെല്ലാം എന്താ വന്നിരിക്കുന്നത്, കോസിൻ്റെ ടേംസാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യും, cos സ്ക്വയറിലുള്ള ഫോമുല യൂസ് ചെയ്യും. സോ cos 2x is equal to 2 cos square x -1 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ cos 6x എന്ത് പറയാം, cos ഓഫ് 2 ഇൻറ്റു 3x എന്ന് പറഞ്ഞൂടെ, cos ഓഫ് 2 ഇൻറ്റു 3x എന്ന് പറഞ്ഞൂടെ. ഇവിടെ എക്സിന് പകരം എന്ത് വന്നു, 3x വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫോമുല എങ്ങനെ മാറും, 2 cos square, ഇവിടെ എക്സ് ആയിരുന്നു, ഇവിടെ എക്സ് വന്നപ്പോൾ ഇവിടെ എക്സ് വന്നു, ഇവിടെ 2 ഇൻറ്റു 3x ആവുന്നത്. സോ എന്ത് ചെയ്യും, 3x. ഓക്കെ, 2 cos square 3x -1 എന്ന് വരും. അങ്ങനെ ഏതാ നോക്കിയേ, LHS ഈസ് ഈക്വൽ ടു, LHS എന്ന് പറഞ്ഞാൽ cos 6x എന്തായിരിക്കും, അതാണ്ട് 2 cos square 3x -1. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കറിയാം cos square 3x എന്ന് പറഞ്ഞാൽ എന്താ, cos 3x ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. അങ്ങനെ ഇതാ നോക്കിയേ, 2 ഇൻറ്റു cos 3x ദ ഹോൾ സ്ക്വയർ -1 എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു. അങ്ങനെ ഇനി എന്ത് മാറ്റാം, cos 3x, cos 3x-ൻ്റെയും ഫോമുല നമ്മൾ പഠിച്ചായിരുന്നില്ലയോ. cos 3x-ൻ്റെ ഫോമുല എന്തുവായിരുന്നു, cos 3x ഈസ് ഈക്വൽ ടു എന്താ, 4 cos cube x -3 cos x. പഠിച്ചില്ലേ, 4 cos cube x -3 cos x. അങ്ങനെ ഇതാ നോക്കിയാൽ ഇതിനെ എങ്ങനെ മാറ്റാം, 4 cos cube x -3 cos, ഇവിടെ x ദ ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നോക്കിയേ 4 cos cube x നമുക്ക് സ്ക്വയർ ചെയ്യണം അല്ലേ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, a - b ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതി കിടക്കും. അപ്പോൾ എന്ത് കിട്ടും, 16 cos cube x അല്ലേ, 4ൻ്റെ സ്ക്വയർ 16, cos cube x-ൻ്റെ സ്ക്വയർ cos cube x ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ cos raised to 6x എന്ന് വരും അല്ലയോ. a raised to m ദ ഹോൾ raised to n എന്ന് പറഞ്ഞാൽ എന്താ, a raised to m into n. സോ cos raised to 6 cos raised to 3 ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും, cos raised to 3 into 2 അല്ലെങ്കിൽ cos raised to 6x എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് സ്ക്വയർ ചെയ്ത് എ സ്ക്വയർ കണ്ടോ, ഇത്രയും ടൈമിനെ നമുക്ക് എന്ത് വിളിക്കാം, എ എന്ന് വിളിക്കാം. ഇത്രയും ടൈമിനെ നമുക്ക് എന്ത് വിളിക്കാം, ബി എന്ന് വിളിക്കാം. സോ a - b ദ ഹോൾ സ്ക്വയർ ആയി കിടക്കുന്നത്. സോ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എത്ര, 9 cos square x. ഓക്കെ, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ -2ab. സോ 2 ഇൻറ്റു a ഇൻറ്റു ബി അല്ലയോ. a ഇൻറ്റു ബി എന്ത് ചെയ്യും, 4 ഇൻറ്റു 3 എന്ത് ചെയ്യും, 12 എന്ന് നമുക്ക് എഴുതാം. ഇനി cos ക്യൂബ് എക്സ് ഇൻറ്റു cos എക്സ് ഉണ്ട്. സോ 2 ഇൻറ്റു a ഇൻറ്റു ബി. സോ ഈ 4 3 കൂടെ 12 എഴുതി. cos ക്യൂബ് എക്സ് ഇൻറ്റു cos എക്സ് cos റൈസ് ടു 4x. ഓക്കെ, ഇനി എന്തുകൊണ്ടൊരു -1 ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതാ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞ് നമ്മൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമുക്ക് ഇത് അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ അല്ലയോ. 2 ഇൻറ്റു 16 എത്ര, 2 ഇൻറ്റു 16 32 cos റൈസ് ടു 6x. നമ്മുടെ ആൻസറിലുണ്ടോ 32 ഉണ്ട്, 32 cos റൈസ് ടു 6x. 2 ഇൻറ്റു 9 എത്ര, പ്ലസ് 18 cos സ്ക്വയർ എക്സ്. നമുക്ക് 18 cos സ്ക്വയർ എക്സ് ഉണ്ടോ, അതുകൊണ്ട്
32 cos raised to 6x ഉണ്ട്, 18 cos x ആയി. ഇനി എന്തുകൊണ്ട് 2 ഉണ്ടാകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 12 വരും ഇല്ലയോ, 24 48. സോ -48 cos raised to 4x, -48 cos raised to 4x -1. ഓക്കെ, സോ cos 4x എന്ത് കിട്ടി? 32 cos raised to 6x പ്ലസ് 18 cos square x മൈനസ് പ്ലസ് 18 cos square x -1 എന്ന് കിട്ടി അല്ലേ. സോ LHS ഈസ് ഈക്വൽ ടു RHS, ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനോടുകൂടി എന്ത് ചെയ്യുക, നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതും JEE പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. ഹാപ്പി ലേണിംഗ്, ബൈ.